Good morning. Good morning, ma'am. Good morning, Morning, ma'am. ma'am. Good morning, ma'am. Good morning, ma'am. ഇത് നമ്മൾ ഹോസ്പിറ്റൽ പ്ലാനിങ് അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നേ. ജസ്റ്റ് കഴിഞ്ഞ അതെ, ക്ലാസ്സിൽ ma'am. സ്റ്റാർട്ട് ചെയ്തു അല്ലേ? രണ്ട് പാരഗ്രാഫ്. എന്താണ്? 2 പാരഗ്രാഫ് എടുക്കുന്ന 2 പാരഗ്രാഫ്. മെയിൻ റീസൺ വരെ. നോക്കി നമ്മള് മെയിൻ റീസൺസ് മുതൽ ആ പാരഗ്രാഫും കംപ്ലീറ്റ് ആയില്ലേ? മെയിൻ റീസൺസ് വരെ അല്ലേ? അതെ, മാം. മെയിൻ റീസൺസ് വരെ. ശരി. എന്താണ് നമ്മൾ ആദ്യത്തെ 2 പാരഗ്രാഫിൽ പറഞ്ഞിരുന്നത്? എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഓർമ്മയുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യത്തെ 2 പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത്? ജസ്റ്റ് ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞേ. അതായത് ഒരുപാട് അനാചാരത്വം നമ്മുടെ ഇപ്പോഴത്തെ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ഹോസ്പിറ്റൽസിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു നമ്മുടെ അർബൻ ഉള്ള സ്ഥലങ്ങളിൽ പിന്നെയും ഒരു 2.5 ബെഡ്സ് പെർ 1000 പോപ്പുലേഷൻ ഉണ്ട്. പക്ഷെ എന്നാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അർബൻ ചെറിയ സ്ഥലങ്ങൾ ട്രൈബൽ ഏരിയാസിലൊക്കെ പോലെ വരികയാണെങ്കിൽ 3700 പേർക്കാണ് 14,000 പേർക്ക് 3700 ബെഡ് വരെ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അനാചകത്വം ഒരുപാട് നടക്കുന്നുണ്ട്. മതിയായ പ്ലേസസ് ഇല്ല, മതിയായ കാര്യങ്ങളൊന്നും തന്നെ നമുക്കില്ല. അത് എല്ലാ കാര്യങ്ങളിലും പ്രതിധ്വനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് സ്പെഷ്യലൈസ്ഡ് സർവീസ് ആണെങ്കിൽ നമ്മുടെ അർബൻ സെന്ററുകളിൽ തന്നെയാണ് അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഈ പറയുന്ന ഒരു വിവേചനം അല്ലെങ്കിൽ ആ ഒരു അനാചാരം പോലെയുള്ള കാര്യങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞത്? ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള പല കാരണങ്ങളുണ്ട്. എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞേ? നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ആബ്സെൻസ്, അതുപോലെ ഹഫസാഡ് മെഡിക്കൽ കെയർ പ്ലാനിങ്ങിന്റെ പിന്നെ എന്താ ആവശ്യമായിട്ടുള്ള അവൈലബിലിറ്റിയുടെ ഫണ്ടിങ് കാര്യങ്ങളും ഇല്ല അല്ലെ. നല്ല രീതിയിലുള്ള പ്ലാനിങ് ഇല്ല, നമുക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാകുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയുടെയും അഭാവം. ഈ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ദ കറന്റ് നാഷണൽ ഹെൽത്ത് പോളിസി. എന്താണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി? എന്താണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി? നമ്മൾ മറ്റ് എവിടെയെങ്കിലും ഡിപ്ലോമയിലൊക്കെ പഠിച്ചതല്ലേ നാഷണൽ ഹെൽത്ത് പോളിസി? എന്താണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി? എന്താണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാല്? ഇത് ആര് പബ്ലിഷ് ചെയ്യുന്നതാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പീരിയോഡിക്കലി അല്ലെങ്കിൽ ആനുകാലികമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെങ്കിൽ ആരോഗ്യ നയങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അതെന്താണ് ശരിക്കും നമ്മുടെ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഹെൽത്ത് പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഒരു ഗൈഡാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് ഭാവിയിൽ വരാനിരിക്കുന്ന ഹെൽത്ത് പ്രോഗ്രാംസുകളെ കുറിച്ചുള്ള ഒരു ഗൈഡാണ്. ഈ ഗൈഡ് പ്രധാനമായിട്ടും ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി എന്താണ് ലക്ഷ്യം വെക്കുന്നത്? പ്രധാന എയിം എന്തായിരിക്കും? നല്ല ക്വാളിറ്റിയുള്ള കെയർ ആളുകൾക്ക് കൊടുക്കുക അല്ലെ. നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ഹെൽത്ത്, ആരോഗ്യം, അവരുടെ ക്ഷേമം മുതലായ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള കെയർ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കണം. നോട്ട് വേണോ? ഹെൽത്ത് പോളിസിയുടെ നോട്ടാണോ വേണ്ടേ? ഓക്കെ, എഴുതിക്കോ. നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. നാഷണൽ ഹെൽത്ത് പോളിസി എന്താണ്? പീരിയോഡിക്കലി പബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. പീരിയോഡിക്കലി പബ്ലിഷ്. ചെറിയ ഷോർട്ട് ഫോം നോട്ടായിട്ട് എഴുതിയാൽ പോരെ? അതല്ലേ കുറച്ചും കൂടി എളുപ്പം. കുറച്ച് എത്ര elaborate ആയിട്ട് എഴുതണ്ടല്ല. ഓക്കെ. ഇത് പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. പീരിയോഡിക്കലി പബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്.
നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആനുകാലികമായിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. To guide future health programs. To guide ഫ്യൂച്ചർ ഹെൽത്ത് പ്രോഗ്രാംസ്, നമ്മുടെ ഭാവിയിൽ വരുന്ന ഹെൽത്ത് പ്രോഗ്രാമുകളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. To guide future health programs. And the main of national health and aim of national health policy ആണ് അടുത്തത് പറയുന്നത്. എയിം ആണ് പറയുന്നത് കേട്ടോ. ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയുടെ എയിം to improve the health and well-being of people in India. To improve health and well-being of people in India. To improve the health and well-being of people in India by providing quality health care, at an affordable cost. By providing quality health care at an affordable cost. Well-being മുതൽ അങ്ങോട്ട് പറയണം. To improve the health and well-being of people in India. ഇന്ത്യയിലുള്ള ജനങ്ങൾ. Health and well-being of people in India by providing quality health care, at an affordable cost. Quality health care at an affordable cost. കിട്ടിയോ? ഓക്കെ, ഇത്രയും മതി. നിങ്ങൾക്ക് അത്രയുമുള്ള ആവശ്യം മതിയാവും. കാരണം അത്യാവശ്യം പോയിന്റ്സ് അതിൽ കവർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഒരു നാഷണൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. മിക്ക ചാപ്റ്റേഴ്സിലും അത് വരുന്നുണ്ടാവും ഇല്ലേ? ഹെൽത്ത് പോളിസിയുമായി ബന്ധപ്പെട്ട നാഷണൽ ഹെൽത്ത് പോളിസീസ് എടുത്ത് പറയാറുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസി, ഇങ്ങനെയുള്ള നാഷണൽ ഹെൽത്ത് പോളിസികൾ ശരിയാണ്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുക. അതിനുവേണ്ടി അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള കെയർ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ അല്ലെ, അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കോസ്റ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. എന്നാൽ പോലും ഇതില് ഈ പറയുന്ന നയങ്ങൾ അവർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിലും ചില വ്യത്യാസങ്ങൾ, അത് ശരിയായ രീതിയിൽ എന്നല്ല, യഥാർത്ഥ ബോധത്തോടു കൂടിയുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഇല്ലാത്തത് കൊണ്ടും നമുക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ അല്ലെങ്കിൽ ശരിയായ ബെഡ് പോപ്പുലേഷൻസോ കാര്യങ്ങളോ നമുക്ക് ഹോസ്പിറ്റലിൽ നിലനിർത്താൻ പറ്റാറില്ല. അപ്പൊ ഇവിടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ദ കറന്റ് നാഷണൽ ഹെൽത്ത് പോളിസി document was released in 2002. നമ്മുടെ നോട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഡേറ്റ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിലവിലെ നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസി 2002 റിലീസ് ചെയ്ത അല്ലെങ്കിൽ റിലീസ് ചെയ്യപ്പെട്ട നാഷണൽ ഹെൽത്ത് പോളിസി വിത്ത് about the objectives to increase the current bed population ratio, improve medical facilities for rural areas, and improve quality of service in the existing hospital and medical care institutions. എന്താ പറയുന്നത്? ഈ 2002 പുറത്തിറങ്ങിയ നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസി ഡോക്യുമെന്റിൽ ഏറ്റവും കൂടുതൽ എന്താണ് അവോർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മുറുകെ പിടിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ. ആ മുറുകെ പിടിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ എന്താണ്? ആ 2002 പുറത്തിറങ്ങിയ നാഷണൽ ഹെൽത്ത് പോളിസി ഡോക്യുമെന്റിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇൻക്രീസ് ദ കറന്റ് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ, നിലവിലുള്ള ബെഡ് പോപ്പുലേഷൻ റേഷ്യോസിൽ വർധനവുണ്ടാക്കുക അല്ലെ? അതൊക്കെയുള്ള നമ്മുടെ പ്രശ്നങ്ങള്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് ഒന്നാമത്തെ കേസ് പറയുന്നത് അങ്ങനെയുള്ള ബെഡ് പോപ്പുലേഷൻ റേഷ്യോയില് വർധനവുണ്ടാക്കുക. രണ്ടാമത് ഇംപ്രൂവ് മെഡിക്കൽ കെയർ ഫെസിലിറ്റീസ് ഫോർ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസില് നല്ല മെഡിക്കൽ കെയർ ഫെസിലിറ്റികളിൽ സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്തുക.
നമ്മൾ പറഞ്ഞു അർബൻ ഏരിയയിൽ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല, അവർക്ക് ആവശ്യമായ സർവീസുകളും ഫെസിലിറ്റികളും കിട്ടുന്നുണ്ട്. നമ്മുടെ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ കിട്ടാത്ത ഏരിയാസ്. അപ്പൊ അവിടേക്ക് ആവശ്യമായുള്ള മെഡിക്കൽ ഫെസിലിറ്റികളെയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നൽകുക. മൂന്നാമത്തത് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് സർവീസ് ഇൻ ദ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിന്, മെഡിക്കൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുതലായവർക്ക് ക്വാളിറ്റി ഓഫ് സർവീസ്, അവിടത്തേക്ക് ആ സർവീസിന്റെ ക്വാളിറ്റിയിലും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുക. ഈ 3 കാര്യങ്ങളാണ് 2002 പുറത്തിറങ്ങിയ നാഷണൽ ഹെൽത്ത് പോളിസി ഡോക്യുമെന്റിൽ ഏറ്റവും മുറുകെ പിടിക്കുന്ന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ആ 3 ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത്? ഇനി the policy was revised in view of experiences gained. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ പോളിസികൾ എടുക്കുമ്പോഴും നമുക്ക് ഓരോ പോളിസി എടുക്കുമ്പോൾ അത് നടപ്പിലാക്കുമ്പോഴും ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടും, അല്ലെ? അനുഭവങ്ങൾ കിട്ടും. എങ്ങനെയായിരിക്കണം അടുത്ത തവണ നമ്മൾ പോളിസികൾ തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്, അല്ലെ? ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കിട്ടും. അത് ഫ്രഷ് നാഷണൽ ഹെൽത്ത് പോളിസി വാസ് റിലീസ്ഡ് ബൈ ദ ഗവൺമെന്റ് in the year 2002. Many of the objective of the revised policy are still evading the health planners. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കിട്ടുന്ന ഓരോ പ്രാവശ്യം അവര് ചെയ്യുന്നത് വഴി അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിങ്ങനെയുള്ള കുറെ ഒബ്ജക്റ്റീവും കാര്യങ്ങളും ഒക്കെ വെച്ച് 2002 ഇങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസി റിലീസ് ചെയ്തെങ്കിൽ പോലും മെനി ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്, പല ലക്ഷ്യങ്ങളും എന്തിലുൾപ്പെടാതെ പോയി? റിവൈസ്ഡ് പോളിസി സ്റ്റിൽ ഇവേഡിങ് ദ ഹെൽത്ത് പ്ലാനേഴ്സ്. അവിടെ ഹെൽത്ത് പ്ലാനേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ പ്ലാൻ ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ. അപ്പൊ അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല രീതിയിലുള്ള ബെഡ് പോപ്പുലേഷൻ റേഷ്യോ വേണം. അവരങ്ങനെ പല ലക്ഷ്യങ്ങൾ പറഞ്ഞാൽ പോലും ഇതെല്ലാം ഹെൽത്ത് പ്ലാനേഴ്സ് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഇവൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ തന്ത്രപൂർവ്വം മാറ്റുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള നാഷണൽ ഹെൽത്ത് പോളിസികളിൽ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ പ്രതിപാദിച്ചിരുന്നെങ്കിൽ പോലും ഹെൽത്ത് പ്ലാനേഴ്സിന്റെ അടുത്തേക്ക് വന്നത്, ഇതൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വന്നപ്പോ ഇതെല്ലാം ഉൾപ്പെടാതെ പോയി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? 2002 ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ച് ശരിക്കും അങ്ങനെയുള്ള ഒരു നല്ല നാഷണൽ ഹെൽത്ത് പോളിസീസ് വന്നെങ്കിൽ പോലും അങ്ങനെയുള്ള ആ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പല ലക്ഷ്യങ്ങളും ഈ പറയുന്ന പ്ലാനിങ്ങിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ട്. എല്ലാം അവിടെ നടപ്പിലാക്കിയിട്ടൊന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങളിൽ പലതും ഈ പറയുന്ന ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടാതെ പോയിട്ടുണ്ട്. ക്ലിയർ ആണോ? 2 പാരഗ്രാഫ് ഒന്ന് വേഗം വായിച്ചു നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്തേ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് the experience of many countries having advanced medical care systems has shown that hospitals are very expensive to build. ഇപ്പൊ നമുക്കറിയാം ഇപ്പം ഒത്തിരി കൺട്രീസിൽ പലതരത്തിലുള്ള അഡ്വാൻസ്ഡ് മെഡിക്കൽ കെയർ സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെ? അല്ലെങ്കിൽ നൂതന ചികിത്സാ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ അങ്ങനെയുള്ള പല രാജ്യങ്ങളുടെയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ് ടു ബിൽഡ്. നമുക്ക് നിർമ്മിക്കാൻ വളരെയധികം ചിലവ് വേണ്ടത്, അല്ലെ? ചിലവ് വേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ലേ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്? ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ വലിയൊരു എക്സ്പെൻസ് അല്ലെങ്കിൽ ചിലവ് ആവുന്ന ഒരു കാര്യമാണെന്നാണ് മനസ്സിലാവുക. ഇനിഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് ആർ ഹൈ. ഇതിന്റെ ആ ഒരു പ്രാരംഭ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് വളരെ ഹൈ അല്ലേ?
അല്ലെ? നമുക്കൊരു ചെറിയ നമ്മുടെ ഒരു വീടോ കാര്യങ്ങളോ നിർമ്മിക്കുന്നത് പോലെ നമുക്കൊരു ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ ആ ഒരു ക്യാപിറ്റൽ കോസ്റ്റ്, ഇനിഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് ആണ്, പ്രാരംഭ എന്താണ് മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ആൻഡ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് എക്യുപ്മെന്റ് കൺസ്യൂം ട്രെമൻഡസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഈ പറയുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിൽ ഭൂരിഭാഗവും നമുക്ക് എന്തിനു വേണ്ടിയാണ് ചിലവാകുന്നത്? ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ചിലവാകും, അല്ലെ? നിർമ്മാണത്തിന് വേണ്ടി ചിലവാകും. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിന് ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് എക്യുപ്മെന്റ്സ് നമുക്ക് വാങ്ങി വെക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അതിനും ഒരുപാട് തുക ചിലവാകുന്നുണ്ട്. അപ്പൊ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന ഈ മൂലധന നിക്ഷേപത്തിന്റെ ഒട്ടുമിക്ക എന്താണ് പണവും ചിലവാകുന്നതിന് വേണ്ടിയാ ആ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാനും അവിടെ ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി വെക്കാനും വേണ്ടിയിട്ടാണ്. ബട്ട് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് is they are also very expensive to operate. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന ഉപകരണങ്ങൾ വാങ്ങി വെച്ചാൽ മാത്രം മതിയോ? അത് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഒരുപാട് പൈസ ചിലവാവില്ലേ? അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് നടത്തി, ഹോസ്പിറ്റൽ പണിത് കൺസ്ട്രക്ട് ചെയ്തു, അവിടെ ഉപകരണങ്ങൾ ഒക്കെ സജ്ജീകരിച്ചു, അതിന് നമുക്ക് ഒരുപാട് തുക ചിലവായി. അത് മാത്രം മതിയോ? അല്ല, അത് ഓരോന്നും നമ്മുടെ അവരുടെ സർവീസ് ആക്കി മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ റൺ ചെയ്ത് പോകണമെങ്കിൽ അതിനനുസരിച്ച് അവിടുത്തെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്താനും ഒരുപാട് തുക നമുക്ക് ചിലവാകും, അല്ലെ? ബട്ട് അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് ഈസ് ദേ ആർ also very expensive to operate, with their running cost and accounting to approximately 1/3 of the initial construction cost for each year of operation. ഇവിടെ പറയുന്നത് ഓരോ വർഷവും അവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ആദ്യം, അതായത് ഇവിടെ അവരാദ്യമായിട്ട് ചിലവാക്കിയ ഒരു തുകയില്ലേ, ഇനിഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ്, ആദ്യമായി ചിലവാക്കിയ ആ ഒരു പ്രാരംഭ മൂലധനം, ആ ഒരു പ്രാരംഭ മൂലധനത്തിന്റെ 1/3 അല്ലെങ്കിൽ 1/3 ഭാഗമെങ്കിലും നമുക്കിത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും ചിലവാകും. മനസ്സിലായോ? അപ്പൊ അവിടെ നമ്മൾ ആദ്യം ചിലവാക്കുന്ന തുക മാത്രമല്ല നമുക്ക് അവിടെ കോസ്റ്റ് ആയിട്ട് വരുന്നത്, മറിച്ച് എന്താണ്, ഓരോ വർഷവും ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും ഓരോ വർഷവും ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 1/3 ഭാഗം തുക നമുക്ക് ചിലവാകുന്നുണ്ട്. മനസ്സിലായോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയ ആ ഒരു പാരഗ്രാഫ്. വായിച്ചു ഒന്ന് റിപ്ലൈ ചെയ്യണോട്ടോ, എന്നിട്ട് മിസ് പറഞ്ഞുതരാം ഒന്നുകൂടി. ഓക്കെ, അപ്പൊ നമ്മൾ ആ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഷോർട്ട് ആയിട്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ എന്താ, ഒരു നൂതന ചികിത്സാ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആശുപത്രികൾ അല്ലെങ്കിൽ പല രാജ്യങ്ങളുണ്ട്, അല്ലെ? അവരുടെയൊക്കെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അങ്ങനെ നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റൽ പണിയണമെങ്കിൽ, ഒരു ഹോസ്പിറ്റൽ സാധാരണ കേസിലാണെങ്കിൽ ഒരു ബിൽഡ് ചെയ്യണമെങ്കിൽ അതിൽ ഒരുപാട് എക്സ്പെൻസീവ് ആണ്, ഒരുപാട് പണം ചിലവാകും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ആദ്യമേ തന്നെ നമ്മളൊരു ബിൽഡ് ചെയ്യണമെങ്കിൽ അതിനൊരു ഇനിഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രാരംഭ മൂലധന നിക്ഷേപം കൊടുക്കണം. ആ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതെന്തിനു വേണ്ടിയാ? ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനും നിർമ്മിക്കുന്നതിനും അവിടെയുള്ള ഉപകരണങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഇനിഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റിലുള്ള ഒട്ടുമിക്ക തുകയും ചിലവാകുന്നത്. അത് കൂടാതെ ഈ പറയുന്ന സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഹോസ്പിറ്റല് നടപ്പിലാക്കണം, അല്ലെങ്കിൽ അവരുടെ നടത്തിപ്പിന് വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത്, ചിലവ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു ഇനിഷ്യൽ കോസ്റ്റ്, ആ ഒരു പ്രാരംഭ മൂലധനത്തിന്റെ 1/3 നമുക്ക് ഓരോ വർഷവും ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ചിലവാകുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ?
Okay, then next പറയുന്നത് hazard planning at the initial stage by inexperienced and uncommitted technical personnel resulting in changes at the construction stage resulting in avoidable drainage of funds. ഇനി എന്താ അടുത്തത് പറയുന്നത് hazard planning എന്ന് പറയുന്നത് ക്രമരഹിതമായിട്ടുള്ള എന്താണ് പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം. അപ്പൊ ശരിയായ ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലെ. എന്നാൽ ഇവിടെ നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ തീരുമാനിച്ചപ്പോ അതിന്റെ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ആരംഭഘട്ടത്തില് ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധികം അനുഭവം പരിചയമില്ലാത്ത ഇപ്പൊ നമ്മളൊക്കെ വീടൊക്കെ ബിൽഡ് ചെയ്യാൻ അല്ലെ, നമ്മുടെ വീടൊക്കെ പണിയാറില്ലേ, പണിയാറുണ്ട്, നിങ്ങൾ വീട് പണിയാറില്ലേ. അപ്പൊ നമ്മൾ വീട് പണിയുന്ന സമയത്ത് നിങ്ങളൊന്ന് മനസ്സിലാലോചിക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് കോൺട്രാക്ട് കൊടുക്കുക അല്ലെങ്കിൽ പണി കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. അല്ലെ, നമ്മളല്ലല്ലോ അത് ചെയ്യുന്നത്, നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും. അതെ, എന്തെങ്കിലും ഒരു എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ടീമിൽ നമ്മൾ ഒരു വർക്ക് ഏൽപ്പിക്കുക ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ അതിന് വേണ്ടി പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരാണ് കാര്യങ്ങൾ ചെയ്തു തരാം അല്ലെ. അവരല്ലേ നമ്മൾ ചെയ്ത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് അവരാണ് കാര്യങ്ങൾ തരാം. അപ്പൊ നമ്മൾ ഈ ഏൽപ്പിക്കുന്ന എഞ്ചിനീയർ എന്ന് പറയുന്നത് അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത വളരെ അനുഭവ പരിചയമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കും. അതുപോലെ തന്നിരിക്കുന്ന വർക്കിലധികം കമ്മിറ്റഡ് അല്ലാത്ത ഒരു പ്രതിബദ്ധത ഇല്ലാത്ത ഒരു വ്യക്തിയാണ് വിചാരിക്കാം. അപ്പൊ അവര് ചെയ്യുന്ന വർക്ക് എങ്ങനെയായിരിക്കും? ശരിയാകും? ആ ഒരു നിർമ്മാണത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരാണ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഞാൻ ഏറ്റെടുത്തു, എനിക്കത് നന്നായിട്ട് ചെയ്തു തീർക്കണം എന്നൊരു പ്രതിബദ്ധത ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ആ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിൽ എന്ത് പറ്റും? വ്യത്യാസങ്ങൾ വരാം അല്ലെ. ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളിൽ ചേഞ്ചസ് വരാം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താ? അവോയ്ഡബിൾ ഡ്രെയിനേജ് ഓഫ് ഫണ്ട്സ്. ഒത്തിരി പണം നമുക്ക് ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ചിലവാവില്ലേ? ആവുമോ? അതെ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫണ്ടുകളുടെ ഡ്രെയിനേജ് അല്ലെങ്കിൽ ഫണ്ടുകൾ ഒരുപാട് നമുക്ക് ചിലവാകേണ്ട ഒരു അവസ്ഥയും വരാം. അത് എന്തുകൊണ്ടാണ്? ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെ. നമ്മളൊരു വീട് അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യണം ആർക്ക് നമ്മൾ ഈ ഒരു ഡ്യൂട്ടി കൊടുക്കണം അല്ലെ. നമ്മൾ ഒത്തിരി പേരോടൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ, നമ്മുടെ വീട് ബിൽഡ് ചെയ്യുമ്പോ അല്ലെങ്കിൽ വീട് പണിയാൻ പോകുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട് ആരാണ് പണിതത് അല്ലെങ്കിൽ ചെയ്യുന്ന നല്ല എഞ്ചിനീയേഴ്സ് ആരാണ് അല്ലെ, നമ്മൾ ചോദിക്കാറുണ്ട്. അതുപോലെ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അതാണ് ഹസാർഡ് പ്ലാനിങ് ഒരു ക്രമരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ളൊരു പ്ലാനിങ് ഇല്ലാത്തത് മൂലം നമ്മുടെ ഇങ്ങനെയുള്ള പ്രാരംഭഘട്ടം മുതൽ നമ്മൾ ആ ഒരു ബിൽഡിങ് ഇങ്ങനെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിബദ്ധത ഇല്ലാത്തൊരു വ്യക്തിക്കാണ് കൊടുക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള ടെക്നിക്കൽ പേഴ്സണൽസിന് അങ്ങനെയുള്ള സാങ്കേതിക വിദ്യ അറിയാവുന്ന ജീവനക്കാർക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരാം. ഒരുപാട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഫണ്ടുകളും നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ അത്? ഓക്കെ. Then last paragraph ആണ് with the exception of some private hospital built for privileged people where money is not a restricting factor. എന്താണ്? Adequate financial resources hospitals are not available in most developing countries even though medical care needs are immense. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു ജനറൽ ഹോസ്പിറ്റലുകളിൽ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിന്റെ കേസാണ് എടുത്തത്. അതേസമയം ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് ബിൽഡ് ഫോർ പ്രിവിലേജ്ഡ് പീപ്പിൾ, അതായത് ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന കുറെ ഹോസ്പിറ്റലുകളില്ലേ, നമ്മൾ സാധാരണക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കോസ്റ്റുകളും കാര്യങ്ങളും വെക്കുന്ന ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആകുമ്പോൾ അവർക്ക് ഈ പണം എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്റ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു പരിമിതമായിട്ടുള്ള ഒരു ഘടകമാണോ? ഒരു റെസ്ട്രിക്റ്റിംഗ് ഫാക്ടർ ആണോ? അല്ല അല്ലെ. അവർക്ക് പണമുണ്ട്. അതേസമയം നമ്മുടെ ഒരു സാധാരണക്കാരന് കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സർവീസ് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഹോസ്പിറ്റൽസിനാണ് ഇത് പ്രശ്നമായി വരുന്നത്.
ആണല്ലോ. അല്ലാതെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അത് ഏറ്റവും കൂടുതൽ അവർ എയിം ചെയ്യുന്നത് ആരെയാണ്? പ്രിവിലേജ്ഡ് പീപ്പിൾ, ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പണം എന്ന് പറയുന്നത് ഒരു പരിമിതമായിട്ടുള്ള ഒരു ഘടകമല്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു റെസ്ട്രിക്ഷൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. ആൻഡ് adequate financial resources, hospitals are not available in most developing countries, even though medical care needs are immense. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ മെഡിക്കൽ കെയർ, വൈദ്യപരിചരണവുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ എന്ന് പറയുന്നത് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യപരിചരണം ആവശ്യമായിട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യകതകൾ വർദ്ധിച്ചാൽ പോലും ആവശ്യമായ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ, സാമ്പത്തിക വിഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റൽസ് ആർ നോട്ട് അവൈലബിൾ. നമുക്ക് ഹോസ്പിറ്റൽസ്, അതിനനുസരിച്ചുള്ള ഹോസ്പിറ്റൽസ് ലഭ്യമാകാത്തത് അതുകൂടിയുള്ള ഒരു കാരണമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാവുമ്പോൾ അങ്ങനെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാകുമ്പോൾ അവർക്ക് ആ പണത്തിനെ കുറിച്ചുള്ള ഒരു പരിമിതി ഇല്ല. അവർക്ക് എത്ര പണം ചിലവാക്കാനും അതിനനുസരിച്ച് അവർക്ക് ഇൻകം അവരിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമല്ല. അതേസമയം മറ്റ് ഹോസ്പിറ്റൽസിലാണ് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ട്, അല്ലെ, ഹോസ്പിറ്റൽസ് ആർ നോട്ട് അവൈലബിൾ. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് നമുക്ക് ലഭ്യമാകുന്നില്ല. മോസ്റ്റ് ഡെവലപ്പിംഗ്, മിക്ക ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മുടെ ഇന്ത്യയുടെ കേസ് മാത്രമല്ല മിക്ക ഡെവലപ്പിംഗ് കൺട്രീസിന്റെയും ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് മതിയായ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ആവശ്യകതകൾ, അതായത് മെഡിക്കൽ കെയറിന് വേണ്ടിയുള്ള ആവശ്യകതകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമായ ഹോസ്പിറ്റലുകൾ നമുക്ക് മതിയായ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ അല്ലേ? Then essential hospital services required for the community can be met most economically only with adequate thought given to planning. അപ്പൊ ഇങ്ങനെ വളരെ ഫലപ്രദമായ ഒരു ഹോസ്പിറ്റൽ സർവീസുകൾ നമുക്ക് കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള, ഇവിടെ നമ്മുടെ സമൂഹത്തിനെ ബേസ് ചെയ്താണ്, അല്ലെ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ ഹോസ്പിറ്റൽ സർവീസുകൾ, വളരെ അത്യാവശ്യമായ, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ സർവീസുകൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിറവേറ്റണമെങ്കിൽ അതിന് അതിൻ്റെതായ എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലുള്ള ആവശ്യകതകൾ, അത് ഒത്തിരി കോസ്റ്റ് ചിലവാവാതെ ഒരു അഫോർഡബിൾ കോസ്റ്റില് നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ ഹോസ്പിറ്റൽ സർവീസുകളും ലഭ്യമാകുന്ന രീതിയിലുള്ള ആവശ്യകതകൾ നിറവേറ്റണമെങ്കിൽ അതിന് ഇവരെന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റലുകാര് adequate thought given to planning, ആ ഒരു ഹോസ്പിറ്റല് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്ലാനിങ് വേണം, അല്ലെ? നല്ലൊരു ആസൂത്രണം നടത്തണം, നന്നായ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു രൂപകൽപ്പന ചെയ്യണം. ആ കൺസ്ട്രക്ഷൻ, അത് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നല്ലൊരു പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം നടത്തണം. ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി, എന്തൊക്കെ ഫെസിലിറ്റികൾ അവിടെ കൊണ്ടുവരണം, എങ്ങനെ നമുക്കത് ഡിസൈൻ ചെയ്യാം, എങ്ങനെ നമുക്കത് പ്ലാൻ ചെയ്ത് അത് നിർമ്മിക്കാം, എങ്ങനെ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താം, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായൊരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ പറ്റും. അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ, ഒത്തിരി ഫണ്ട് ചിലവാകാതെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു എക്കണോമിക്കലി വളരെ സാമ്പത്തികപരമായിട്ട് നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ള ഹോസ്പിറ്റൽ സർവീസുകൾ നമുക്ക് ലഭ്യമാക്കിയെടുക്കാൻ സാധിക്കും. Even where financial resources are adequate, best use of resources will be only be made when sufficient thought is given to planning. ഇപ്പൊ നമുക്കൊരു ഫിനാൻഷ്യൽ റിസോഴ്സ് മതിയായ അളവിൽ കിട്ടിയാൽ പോലും ശരിയായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിസോഴ്സുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഒത്തിരി പണം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് ഫിനാൻഷ്യലി ഉണ്ടായത് കൊണ്ടോ കാര്യമില്ല. നല്ല പ്ലാനിങ്ങോട് കൂടി അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു സക്സസ്ഫുൾ ആയിരിക്കും. അല്ലാത്ത പക്ഷം പണം ചിലവാകുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെ, ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കൊടുത്തു, അല്ലെങ്കിൽ വലിയ പ്രതിബദ്ധത ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കൊടുത്തു, അങ്ങനെയാവും നമ്മുടെ കയ്യിൽ എത്ര പണം ഉണ്ടെങ്കിലും അത് അതിന്റെ വഴി ചിലവായിക്കൊണ്ടിരിക്കും, അല്ലെ? അതേസമയം നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ പ്ലാനിങ്ങിനനുസരിച്ച് ഈ പറയുന്ന ഫിനാൻസ് റിസോഴ്സുകൾ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും സാധിക്കും. ആ ഒരു പാരഗ്രാഫ് വേഗം വായിച്ചു നോക്കിയേ.
ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ പ്ലാനിങ്. ഇനി വരുന്ന ഭാഗം കുറച്ചും കൂടി നിങ്ങൾക്ക് വായിച്ച് പോയിന്റ് വൈസ് ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി എന്താണ്, കുറച്ചും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പൊ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ പ്ലാനിങ്ങിൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങളൊക്കെയാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, കുറച്ചധികം ഉണ്ട്. ഓരോരോ ടോപ്പിക് ആയിട്ട് എടുത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്ലാനിങ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ പ്ലാനിങ് ചെയ്യുമ്പോൾ ഒരു പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് ഒരു ഉയർന്ന അല്ലെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ നമുക്ക് പേഷ്യൻസിന് കൊടുക്കണം എന്ന് വിചാരിക്കും. ഒരു ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, മനസ്സിലായോ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന് മുന്നായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ എന്താണ്? ഒരു ഹോസ്പിറ്റൽ ഈസ് റെസ്പോൺസിബിൾ ടു റെൻഡർ ആൻ എസെൻഷ്യൽ സർവീസ്, അല്ലെ? ഒരു വ്യക്തിക്ക് അത്യാവശ്യമായിട്ടുള്ള അവശ്യ സേവനങ്ങൾ നൽകാനായിട്ട് ശരിക്കും ആരാണ് ബാധ്യസ്ഥനായിട്ടുള്ളത്? നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി അവശ്യ സേവനങ്ങൾ ആവശ്യമായിട്ട് വരും, അല്ലെ? ആ ഒരു അവശ്യ സേവനങ്ങൾ അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്, അല്ലെ? ആ ഒരു ഹോസ്പിറ്റലാണ് അത് ബാധ്യസ്ഥരായിട്ടുള്ളത്. അങ്ങനെ അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിറവേറ്റുന്നതിന് വേണ്ടി, ഇൻ ഫുൾഫില്ലിംഗ് ദിസ് റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ പ്ലാനിംഗ് ഷുഡ് ബി ഗൈഡഡ് ബൈ certain universally acknowledged principles that are useful irrespective of the level of planning, that is whether at the national level, state level or individual hospital level. So ഇവിടെ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ വ്യക്തികൾക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുക എന്നൊരു റെസ്പോൺസിബിലിറ്റി ആ ഹോസ്പിറ്റലിനാണുള്ളത്, അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റല് ഈ റെസ്പോൺസിബിലിറ്റി നിറവേറ്റുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യണം? കൃത്യമായ ഹോസ്പിറ്റൽ പ്ലാനിങ് ചെയ്യണം, അല്ലെ? ആ ഹോസ്പിറ്റൽ പ്ലാനിങ് ചെയ്യേണ്ടത് ഷുഡ് ബി ഗൈഡഡ് ബൈ എന്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും? സർട്ടൻ യൂണിവേഴ്സലി അക്നോളജ്ഡ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താ? ഒരു സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട കുറച്ച് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റൽ പ്ലാനിങ് നടത്തേണ്ടത്. എന്താണ് പറയുന്നത്? ദാറ്റ് ആർ യൂസ്ഫുൾ ഇറസ്പെക്റ്റീവ് ഓഫ്, അതായത് ഏത് ലെവൽ ഓഫ് പ്ലാനിങ് ആണ് നമുക്ക് അവിടെ നോക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അതൊരു നാഷണൽ ലെവൽ പ്ലാനിങ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക, ചിലപ്പോൾ സ്റ്റേറ്റ് ലെവലിലുള്ള പ്ലാനിങ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഇൻഡിവിജ്വൽ ലെവലിലുള്ള പ്ലാനിങ് ആയിരിക്കണം ചെയ്യേണ്ടി വരിക. അത് ഏത് ലെവലാണെന്നൊക്കെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട. ഏത് ലെവൽ പ്ലാനിങ് ചെയ്യുമ്പോഴും അത് ഏത് തത്വത്തിന് അടിസ്ഥാനമാക്കിയായിരിക്കണം? ഈ സാർവത്രികമായി അടിസ്ഥാന തത്വത്തെ അടിസ്ഥാനമാക്കി, ഈ പറയുന്ന പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം അവിടെ ഹോസ്പിറ്റൽ പ്ലാനിങ് നടത്തേണ്ടത്. അതിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ആ ഹോസ്പിറ്റലിന് നിറവേറ്റി കൊടുക്കാനും സാധിക്കുന്നത്. ഇനി ഈ പറയുന്നത് these principles are developed and have relevance and usefulness to us they were over 5 decades ago. അപ്പൊ 5 ദശാബ്ദകാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് എന്താണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് വളരെ റെലവന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ അനിവാര്യമായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പൊ ഏതൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഏത് ലെവൽ പ്ലാനിങ് ആണെങ്കിലും നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ പ്ലാനിങ് ചെയ്യുമ്പോൾ അത് എന്തിന്റെ ബേസിസിലായിരിക്കണം? ഈ പറയുന്ന യൂണിവേഴ്സലി അക്നോളജ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന അടിസ്ഥാന തത്വങ്ങൾ പ്രകാരമുള്ള പ്ലാനിങ് ആയിരിക്കണം ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഫുൾഫിൽ ചെയ്യാനും സാധിക്കുകയുള്ളൂ. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ഇൻട്രൊഡക്ഷൻ ഭാഗം, അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. ഫസ്റ്റ് വരുന്നത് പേഷ്യന്റ് കെയർ ഓഫ് എ ഹൈ ക്വാളിറ്റി.
പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം എങ്ങനെയുള്ളതായിരിക്കണം? ഒരു ഉയർന്ന നിലവാരത്തിലുള്ള അല്ലെ, ഈ ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരിചരണം പേഷ്യൻസിന് കൊടുക്കുക. അങ്ങനെയുള്ള patient care of a high quality should be achieved by the hospital through adopting the following measures. ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ആ ഹോസ്പിറ്റലിന് എന്ത് നേടിയെടുക്കാൻ സാധിക്കുന്നത്? നല്ലൊരു ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരിചരണം പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പേഷ്യൻസിന് ഒരു ഉയർന്ന പരിചരണം കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങള് ഒരു ഹോസ്പിറ്റല് എന്ത് ചെയ്യണം? പാലിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. ഇനി വരുന്നതൊക്കെ അങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞു കേട്ടോ. അതിൽ 2 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് പ്രൊവിഷൻ ഓഫ് appropriate technical equipment and facilities necessary to support the hospital objective. അപ്പൊ ഇവിടെ ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എന്താണ് ഒരു ഒബ്ജക്റ്റീവ്? അവിടെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ് എന്താണ്? എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവിൽ ഇവിടെ നമ്മൾ പറയുന്ന ഒബ്ജക്റ്റീവ് ഏതാ? ഒരു ലക്ഷ്യം. എന്ത് ലക്ഷ്യമാണ് ഇവിടെ വെക്കുന്നേ? ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കുക അല്ലെ, അതല്ലേ ലക്ഷ്യം. ഹൈ ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കൊടുക്കുക. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ സൗകര്യങ്ങളും ടെക്നിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളും ഉചിതമായിട്ടുള്ള ഉപകരണങ്ങളും പ്രൊവൈഡ് ചെയ്യുക. അത് ആ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യമല്ലേ? ആണോ? ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ഇത്? ഇപ്പൊ നല്ല സർവീസ് ഉണ്ട്, നല്ല പേഷ്യന്റ് കെയർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അവിടെ നല്ല രീതിയിലുള്ള ഉപകരണങ്ങൾ, ഉചിതമായ എക്യുപ്മെന്റ്സ് വേണം, നല്ല രീതിയിലുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ വേണം. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ അപ്പൊ ആ ഹോസ്പിറ്റലിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആവശ്യമായ സൗകര്യങ്ങളും ഉചിതമായിട്ടുള്ള ടെക്നിക്കൽ എക്യുപ്മെന്റ്സുകളും പ്രൊവൈഡ് ചെയ്ത് നൽകുക. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? Then second point, an organizational structure that assign responsibility appropriately and requires accountability for the various functions within the institution. ഇനി എന്താ രണ്ടാമത് പറയുന്നത്? ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതായത് ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന നമ്മൾ നിർമ്മിക്കുക. അതായത് that assign responsibility appropriately. അവിടെ ഓരോരുത്തർക്കും അവിടെ ഒരുപാട് ജീവനക്കാരുണ്ട് അല്ലെ. ആ ജീവനക്കാർക്ക് ഓരോരുത്തർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും പങ്കിട്ട് നൽകുക അല്ലെ. ഒരു വ്യക്തിക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ വരുന്ന ഓരോ ജീവനക്കാരെയും അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ പങ്കിട്ട് നൽകുക. ഇനി അതുപോലെ തന്നെ ആൻഡ് റിക്വയർസ് അക്കൗണ്ടബിലിറ്റി ഫോർ ദ വേരിയസ് ഫങ്ഷൻസ് വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ സ്ഥാപനത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുക. അതായത് ഇന്ന പ്രവർത്തനങ്ങൾ നടക്കണമല്ലോ, അത് അവിടുത്തെ സ്റ്റാഫിന്റെയും കൂടി കാര്യമാണ് പറയുന്നത്. അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ആരേറ്റെടുക്കണം അല്ലെ. അത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടണം. അവർ ആരെ ഏറ്റെടുക്കണം? അത് ഇന്ന വ്യക്തികളാണോ ചെയ്യേണ്ടത്, ഇന്ന വ്യക്തികളാണോ ചെയ്യേണ്ടത് എന്നതിനനുസരിച്ച് നല്ലൊരു പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവിടെ നല്ലൊരു പേഷ്യന്റ് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ നീ ചെയ്യട്ടെ, ഞാൻ ചെയ്യട്ടെ എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കില്ലേ? അതേസമയം ആ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ ഇന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുക, ഇന്ന വ്യക്തികൾ ഇന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുക. ആ സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഇതുപോലെയുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നത് വഴി ആ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് അവിടുത്തെ നല്ല പേഷ്യന്റ് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് പറഞ്ഞത് ആ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്ന ഈ ലക്ഷ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായ ഫെസിലിറ്റികളും അതുപോലെ ഉചിതമായിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തത് ആ സ്ഥാപനത്തിനുള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ പേഷ്യൻസിന് നല്ല പരിചരണം കൊടുക്കണമെങ്കിൽ അവിടെ ഓരോ ജീവനക്കാരും അവർക്ക് ആവശ്യമായ റെസ്പോൺസിബിലിറ്റീസ് പങ്കിട്ട് നൽകുക. അതോടൊപ്പം തന്നെ പുതിയ വരുന്നതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ട് നടപ്പിലാക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് ഒക്കെ ആണോ?
മനസ്സിലാവുന്നുണ്ടോ? ആ 2 പോയിന്റ്സ് പറഞ്ഞ എന്താ, പേഷ്യൻസിന് നല്ല പരിചരണം കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കണം. എന്നാൽ മാത്രമേ ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പേഷ്യൻസിന് പരിചരണം കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? Then a continuous review of the adequacy of care provided by physicians, nursing staff and paramedical personnel and of the adequacy with which it is supported by the other hospital activities. ഇനി എന്താ പറയുന്നത്? അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവ്യൂ കൊടുക്കുക, തുടർച്ചയായ ഒരു അവലോകനം, അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, മതിയായ കെയർ ഫിസിഷ്യൻസ് കൊടുക്കുന്നുണ്ടോ? നമുക്ക് പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള പരിചരണം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇതിനത് കൊടുക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? അത് പ്ലാനിങ്ങിൽ വരുന്ന കാര്യമാണ്. അപ്പൊ അവിടെ ഫിസിഷ്യൻസ് അതുപോലെ മതിയായ രീതിയിലുള്ള കെയർ അവർ കൊടുക്കുന്നുണ്ടോ? നഴ്സിംഗ് സ്റ്റാഫുകൾ കൊടുക്കുന്നുണ്ടോ? പാരാമെഡിക്കൽ പേഴ്സണൽസ് കൊടുക്കുന്നുണ്ടോ? മതിയായ പരിചരണം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ തുടർച്ചയായിട്ടൊരു അവലോകനം നടത്തുകയും ചെയ്യണം. And of the adequacy with which it is supported by other hospital activities. അത് കൂടാതെ മറ്റ് ആശുപത്രി പ്രവർത്തനങ്ങളുടെ പിന്തുണയും ഇവിടെ ഉണ്ടോ എന്നുള്ളതും കൂടി ഉറപ്പുവരുത്തണം. അതായത് അവർക്ക് കൊടുക്കുന്ന പരിചരണം മാത്രമല്ല, അതിനോടൊപ്പം ചിലപ്പോൾ മറ്റ് സർവീസുകൾ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസും കൂടി ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെ? ഒരു കെയർ മാത്രം കൊടുക്കേണ്ടതായിട്ടുള്ള മാത്രമല്ല, അതല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് മറ്റു പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റു പ്രവർത്തന മേഖലകളിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നുണ്ടോ? ഇവര് നന്നായിട്ട് ഒരു ഫിസിഷ്യൻസും നഴ്സിംഗ് സ്റ്റാഫുകളും പാരാമെഡിക്കൽ പേഴ്സണൽസും അവർക്ക് മതിയായ രീതിയിലുള്ള പരിചരണം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ തുടർച്ചയായിട്ട് അവിടെ ഒരു അവലോകനം കൂടി നടത്തണം. എന്നാൽ മാത്രമേ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു കെയർ കൊടുത്തു പോകുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഈ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ ഒരു ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ ഹോസ്പിറ്റലില് പ്ലാനിങ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് മനസ്സിലായോ? പേഷ്യന്റ് കെയർ ഓഫ് എ ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയുള്ള തത്വങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നടപ്പിലാക്കേണ്ടത്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ആ പ്രിൻസിപ്പിൾസ് പാലിക്കണം എന്നുള്ളത്. ഓക്കെ അല്ലേ? പോയിന്റ്സ് മാറിപ്പോവാൻ പാടില്ല കേട്ടോ. ഇനി പറയുന്നതിലൊക്കെ നമ്മൾ പോയിന്റ്സ് തന്നെ വരുന്നത് കേട്ടാ. ഓക്കെ ആണല്ലോ? ഇനി പറയുന്നത് അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ. ഒരു ഫലപ്രദമായ കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു ക്രമീകരണം. അതായത് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സമീപനം. അതാണ് കേട്ടോ. അപ്പൊ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫലപ്രദമായ ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്രമീകരണം എങ്ങനെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ നടത്താം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ വ്യക്തികൾക്കും തന്നെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ കമ്മ്യൂണിറ്റിയെ പ്രിഫർ ചെയ്ത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമുക്ക് എങ്ങനെ നടത്താം. Effective community orientation should be achieved by the hospital through adopting following measures. ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫലപ്രദമായ കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ ഒരു ഹോസ്പിറ്റലിന് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇതിന് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഗവേണിംഗ് ബോർഡ് മെയ്ഡ് ഓഫ് persons who have demonstrated concern for the community and leadership ability. അതായത് ഇവിടെ ഒരു ഗവേണിംഗ് ബോർഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഗവേണിംഗ് ബോർഡ് എന്ന് പറഞ്ഞാല് ഒരു ഭരണസമിതി ഉണ്ടാക്കുക, അല്ലെ? ഒരു ഭരണസമിതി ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യാണ്. ഒരു ഭരണസമിതി ഉണ്ടാക്കുക. എന്താണ് ഒരു ഭരണസമിതി? അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളായിരിക്കണം ആ ഒരു ഭരണസമിതിയിൽ ഉൾപ്പെടേണ്ടത്? എങ്ങനെയുള്ള ആളുകളാണ്?
persons who have demonstrated concern for the community. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്ന ഒരു കൺസേൺ പ്രകടിപ്പിക്കുന്ന ആളുകളെ ആയിരിക്കണം അല്ലെ. എന്നാ മാത്രല്ലേ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ലത് ചെയ്യണം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് നല്ലത് വരണം എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഉത്കണ്ഠയുള്ള ആളുകളെ ആയിരിക്കണ്ടേ നമ്മൾ ഈ ഒരു ഭരണസമിതിയിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് ആ ലീഡർഷിപ്പ് എബിലിറ്റി നല്ലൊരു ലീഡർഷിപ്പ് കഴിവുള്ള ആളുകളുമായിരിക്കണം അല്ലെ. ഒരു ഭരണസമിതി എന്ന് പറയുമ്പോൾ അവരുടെ കീഴിലാണ് ബാക്കി പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അപ്പൊ അവരെന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ അവർക്ക് നല്ലൊരു ലീഡർഷിപ്പ് എബിലിറ്റി ഉള്ള ആളുകളായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നല്ലത് വരണം, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ കിട്ടണം, നല്ല രീതിയിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കണം എന്ന ഉത്കണ്ഠയെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ കൺസേൺ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള വ്യക്തികളെയാണ് ഈ പറയുന്ന ഗവേണിംഗ് ബോർഡ്സ് അല്ലെങ്കിൽ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഭരണസമിതി നിർമ്മിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? Okay, then second point, policies that assure availability of services to all the people in the hospital service area. അപ്പൊ നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലുകൾ സർവീസ് ഏരിയ ഉണ്ട് ഇല്ലേ. നമ്മുടെ അടുത്ത് നമ്മുടെ എന്താണ് PHC ഒക്കെ പോലെയുള്ള ഏരിയ നമുക്കൊരു സർവീസ് ഏരിയ ഇല്ലേ ഹോസ്പിറ്റലില്. അവർക്ക് സർവീസ് കൊടുക്കുന്ന ഒരു ഏരിയ ആര് വന്നാലും അവർ കൊടുക്കും. എന്നാൽ പോലും അവരുടെ ഒരു സർവീസ് ഏരിയ എന്ന് പറയുന്നത് അവിടെ കുറച്ച് ലൊക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സർവീസ് ഏരിയയുമായി ബന്ധപ്പെട്ട് അവർക്ക് സർവീസുകൾ അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഈ പറയുന്ന സർവീസുകൾ ലഭ്യമാക്കി നൽകുന്നതിന് വേണ്ടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കുക. രണ്ടാമത്തെ എന്താ പറഞ്ഞേ? പോളിസി ദാറ്റ് അഷ്വർ അവൈലബിലിറ്റി ഓഫ് സർവീസസ് ടു ഓൾ ദ പീപ്പിൾ ഇൻ ദ ഹോസ്പിറ്റൽ സർവീസ് ഏരിയ. ആ ഹോസ്പിറ്റൽ സർവീസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അല്ലെ, ഒരാളെ മാത്രമല്ല, കുറച്ച് ഇന്ന ഒരു എന്താണ് വളരെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല താഴ്ന്ന രീതിയിൽ ഇരിക്കുന്ന ആളുകള് അങ്ങനെയുള്ളവർ ഒരു വേർതിരിവുമില്ലാതെ ആ സർവീസ് കൊടുക്കേണ്ട എല്ലാ വ്യക്തികൾക്കും അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഈ സർവീസുകൾ ഈ ഹോസ്പിറ്റലിൽ നൽകുന്ന ഈ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കുക. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? Third point, hospital involvement in community programs to deliver preventive care. അതായത് പ്രതിരോധ പരിചരണം. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു രോഗങ്ങൾ വരുന്ന സമയത്ത് ഹോസ്പിറ്റൽസ് കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിൽ ഉൾപ്പെടാറുണ്ട്. കണ്ടിട്ടില്ലേ നമുക്ക് അവയർനെസ് ക്ലാസ്സുകള് ഒക്കെ തരാറുള്ളത് അല്ലേ? അതെ. അപ്പൊ ഹോസ്പിറ്റൽ ഇൻവോൾവ്മെന്റ് ഇൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ്, കമ്മ്യൂണിറ്റി നടത്തുന്ന പ്രോഗ്രാമുകളിൽ ആശുപത്രി ഒരു പങ്കാളികളാവുക. ടു ഡെലിവർ പ്രിവെന്റീവ് കെയർ, രോഗം വരുന്നതിന് തടയുന്നതിന് വേണ്ടി അല്ലെ. ഇന്നൊരു രോഗം സ്പ്രെഡ് ആവുന്നുണ്ട്. ഇപ്പൊ ഒരു കോവിഡ് വന്ന സമയത്ത് ഈ കോവിഡ് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കോവിഡിന്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം എന്ന് പറഞ്ഞ രീതിയിൽ ഒരുപാട് ക്ലാസ്സുകളും അവയർനെസ് ക്ലാസ്സുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. കിട്ടിയിട്ടില്ലേ? അപ്പൊ അതുപോലെ ഒരു പ്രിവെന്റീവ് കെയർ അല്ലെങ്കിൽ ഒരു പ്രതിരോധ പരിചരണങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരു രോഗത്തെ തടയുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി നടത്തുന്ന പ്രോഗ്രാമുകളിൽ ഹോസ്പിറ്റലുകളും ഭാഗമാവുക. അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ആ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. കമ്മ്യൂണിറ്റിക്ക് നല്ല ഫലപ്രദമായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുള്ള ഒരു സമീപനം, അവർക്ക് നല്ല രീതിയിൽ കെയർ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് എല്ലാ രീതിയിലുള്ള സർവീസുകൾ ലഭ്യമാക്കി കൊടുക്കുക എന്നൊരു ലക്ഷ്യമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഓക്കെ. നാലാമത്തത് പബ്ലിക് ഇൻഫർമേഷൻ പ്രോഗ്രാം ദാറ്റ് കീപ്സ് ദ കമ്മ്യൂണിറ്റി ഐഡന്റിഫൈഡ് ദ ഹോസ്പിറ്റൽ ഗോൾസ്, ഒബ്ജക്റ്റീവ് ആൻഡ് പ്ലാൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ലിക്കിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലിൽ നടത്താറുണ്ട്. കണ്ടിട്ടുണ്ടോ? ഈ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമാവാതെ ഹോസ്പിറ്റലുകൾ തന്നെ ഓരോ പ്രോഗ്രാമുകൾ നടത്താറില്ലേ? ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഡിസീസുകളെ കുറിച്ച് അതെ പോസ്റ്ററുകൾ തയ്യാറാക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇൻഫർമേഷണൽ പ്രോഗ്രാമുകൾ ചിലപ്പോ ഇപ്പൊ TV-യിലാണെങ്കിലും നമ്മൾ കാണാറുണ്ട്. ഓരോ ഹോസ്പിറ്റലിലെ ഓരോ ഡോക്ടേഴ്സിന്റെ സംഭാഷണങ്ങള് അല്ലെങ്കിൽ അവരുടേതായ കുറച്ച് എന്താണ് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ തരുന്ന പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് അല്ലെ.
കണ്ടിട്ടില്ലേ നിങ്ങൾ? റേഡിയോയിലൂടെ ഉണ്ടാവാറുണ്ട്, നമ്മുടെ ടെലിവിഷനിലൂടെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പേപ്പർ ന്യൂസ് പേപ്പറിലൂടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങൾ യൂസ് ചെയ്ത് അത് സെമിനാറുകൾ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ പബ്ലിക്കിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന പ്രോഗ്രാമുകള് എന്ത് ചെയ്യുക? കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുകൾ നിലനിർത്തുക. അപ്പൊ ആ കമ്മ്യൂണിറ്റിക്ക് എന്ത് മനസ്സിലാവും അതിൽ നിന്ന്? എന്താ മനസ്സിലാവുന്നത്? അതിന്റെ ഹോസ്പിറ്റലിന്റെ ഗോള്, ഈ ഹോസ്പിറ്റല് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് വെച്ചിരിക്കുന്നത്, അല്ലെ? എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എന്തൊക്കെ പ്ലാൻ അല്ലെങ്കിൽ പദ്ധതികളാണ് ഈ ഹോസ്പിറ്റൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നടപ്പിലാക്കുന്നത് എന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റുമോ? പറ്റും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് നമുക്ക് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു എന്താണ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു ക്രമീകരണം അല്ലെങ്കിൽ ആ ഒരു സമീപനം നമുക്ക് വളരെ ഫലപ്രദമാക്കി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാണ് അതിൽ ഫോളോ ചെയ്യുന്നത്. ഒന്നാമത് ഒരു ഭരണ സമിതി അല്ലെങ്കിൽ ഒരു ബോഡി അല്ലെ, ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ ഭരണസമിതി ഉണ്ടാക്കുക. ആ ഭരണസമിതിയിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിക്ക് എന്താണ് എന്ത് സംഭവിച്ചാലും അവർക്ക് എങ്ങനെയായിരിക്കണം, അവർക്ക് നല്ല സർവീസുകൾ കൊടുക്കണം, അവർക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം എന്നൊരു ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കണം. അതുപോലെ ലീഡർഷിപ്പ് കഴിവുകളും ഉള്ള ആളുകളായിരിക്കണം. രണ്ടാമത് പറഞ്ഞത് ഈ പറയുന്ന ഹോസ്പിറ്റൽ സർവീസ് നൽകുന്ന സർവീസ് ഏരിയാസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ഈ പറയുന്ന സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പോളിസികൾ രൂപീകരിക്കണം. മൂന്നാമത് പറഞ്ഞത് കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിൽ ഹോസ്പിറ്റൽസിന്റെയും കൂടി ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. അതിനോട് ഇത് പ്രിവെന്റീവ് കെയർ, പ്രതിരോധപരമായിട്ടുള്ള കാര്യങ്ങള് അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റണം. അതുപോലെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കുക. ആ പ്രോഗ്രാംസ് നടപ്പിലാക്കുന്നതിലൂടെ ആ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങള്, ഒബ്ജക്റ്റീവ്സ് മുതലായ കാര്യങ്ങൾ എന്താണെന്നും അവരുടെ പ്ലാൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പദ്ധതികൾ എന്താണെന്നും മനസ്സിലാക്കി നൽകാനും സാധിക്കും. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമയമില്ല തീർക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ വരുമ്പോ ഇതൊന്ന് രണ്ടും വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.